സേവയിൽ മരിച്ചു വീണാൽ കരയരുതേ എൻ പ്രിയരേ. ഈ യുദ്ധസേവയിൽ മരിച്ചു വീണാൽ കരയരുതേ എൻ പ്രിയരേ. മറുകരയിൽ നാം കണ്ടിടുമേ നായകനേശുവിൻ മാർവിടത്തിൽ. മറുകരയിൽ നാം കണ്ടിടുമേ നായകനേശുവിൻ മാർവിടത്തിൽ. ഈ പോർക്കളത്തിൽ മുൻനിരയിൽ നിന്ന് പൊരുതുവാൻ എനിക്കാശയുണ്ടേ. ഈ പോർക്കളത്തിൽ മുൻനിരയിൽ നിന്ന് പൊരുതുവാൻ എനിക്കാശയുണ്ടേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന തിരുവചനം മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, യേശു കർത്താവിൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗമാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്ന ഗിരിപ്രഭാഷണം. യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നത് ശാസ്ത്രിമാരോ പുരോഹിതന്മാരോ പണ്ഡിതന്മാരോ ഒന്നുമല്ല. വിശപ്പുള്ളവരും രോഗികളും തകർന്നവരും കുടുംബത്തിൽ ഒറ്റപ്പെട്ടവരും അലഞ്ഞവരും പിശാചിനാൽ പിടിക്കപ്പെട്ടവരും, അങ്ങനെ ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി, ഒരു ദൈവശബ്ദത്തിന് വേണ്ടി, അല്പ ആഹാരത്തിന് വേണ്ടി, ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി വന്ന ജനമാണ്. എന്നാൽ യേശു കർത്താവ് അവരെ കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് പർവ്വതത്തിലിട്ട് കയറി തിരുവായി മൊഴിഞ്ഞ് അവരോട് സംസാരിച്ചു. അതെന്താണ്? സത്യത്തിൽ അവർക്കൊരു സൗഖ്യമല്ല കൊടുക്കണ്ടേ, പക്ഷേ കർത്താവ് അവർക്ക് വചനം കൊടുത്തു. അതിൻ്റെ അർത്ഥം എല്ലാ അത്ഭുതങ്ങളുടെയും ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത് വേർഡ് ഓഫ് ഗോഡാണ്. യേശു കർത്താവ് തകർന്നവരെല്ലാം പിടിച്ചിരുത്തി വചനം കൊടുത്തു. കാരണം എന്താണ്? ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്താൽ നാളെയും അവരുടെ ലൈഫിൽ പ്രതിസന്ധികളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ അവരുടെ അകത്ത് വചനം കൊടുത്താൽ നാളെ പ്രതിസന്ധിയിൽ ആ വചനം അവർ വിശ്വസിച്ച് അതിനകത്ത് അവർ ശക്തരായി അത് വിശ്വസിച്ച് അവർ അത്ഭുതങ്ങളിലേക്ക് അവർ തന്നെ കയറും. അതുകൊണ്ടാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്ത് കഴിഞ്ഞും നമ്മുടെ ലൈഫിനെ വചനത്തിലേക്ക് നയിക്കുന്നത്. കാരണം നമ്മൾ നിലനിൽക്കേണ്ടവരാണ്. എന്നും യേശു നമ്മുടെ കൂടെ ഇല്ല, ലിറ്ററലി. പക്ഷേ വചനമായ യേശു എന്നും നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ അത്ഭുതങ്ങളുടെയും ആധാരം വചനമാണ്. അതുകൊണ്ടാണ് അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് അവർക്ക് വചനം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലൈഫിൽ ഇനിയൊരു അത്ഭുതം നടക്കുന്നത് കൊണ്ടാണ് അതിനു മുമ്പ് നിങ്ങൾ വചനം കേൾക്കുന്നത്. ഈ വചനം കേൾക്കുമ്പം നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാവും. എന്നിട്ട് എന്താ കർത്താവ് അവർക്ക് കൊടുത്തത്? ഇതുവരെ ആരും പറയാത്ത കാര്യങ്ങൾ യേശു പറഞ്ഞത്. ലോകം മുഴുവൻ തകർന്നവരെന്നും നശിച്ചവരെന്നും പറഞ്ഞവരെ നോക്കി പറയാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തിളങ്ങുകയാണ്, ഹൃദയം ആമേൻ പ്രകാശിക്കുകയാണ്, അവരുടെ മനസ്സ് പിടഞ്ഞ് വികസിക്കുകയാണ്. കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ്റെ തിരുവായി മൊഴികൾ നമ്മെ ജീവിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കും. തീർന്ന നല്ല കർത്താവ് പറയുന്നത് തുടങ്ങുകയാണ്, അവസാനിച്ചു എന്നല്ല കർത്താവ് പറഞ്ഞത് ആരംഭിക്കുകയാണ്. നിങ്ങൾ നശിച്ചവരെന്നല്ല കർത്താവ് പറഞ്ഞത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ്. അതെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലൈഫിലെല്ലാം അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോവാണ്. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോകും. അതിലേക്ക് നിങ്ങളെ നടത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ്.
ഈ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ പൂർണ്ണമായി തീർത്തരും. നിങ്ങൾ ആ വചനത്തെ അങ്ങ് വിശ്വസിക്കുക. പറ, ദൈവം തീർത്തരും. വാലല്ല, അവൻ നിങ്ങളെ തലയാക്കും. നിങ്ങളത് വിശ്വസിച്ചു, ദൈവം നിങ്ങളങ്ങനെ ആക്കും. നിങ്ങൾ താഴ്ചയിലെ ഉയർച്ച തന്നെ പ്രാപിക്കും. നിങ്ങളത് വിശ്വസിക്കുക, കേൾക്കൂ, അത് സംഭവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങളത് വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടും. ആമേൻ. എല്ലാ നിന്നുള്ള വചനങ്ങളെ നിങ്ങൾ സ്വീകരിച്ചാട്ടെ. നിങ്ങളുടെ ലൈഫിൽ ഒരു കാലഘട്ടം ദൈവത്തിൻ്റെ വലിയ സംസാരങ്ങൾ ഉണ്ടാകാൻ പോയി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒപ്പം തന്നെ വചനത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. കാരണം നിങ്ങളെക്കുറിച്ച് ദൈവം എഴുതിയിരിക്കുന്നതാണ് വചനം. നിങ്ങളുടെ ഹിസ്റ്ററിയാണ് ബൈബിൾ. ആമേൻ. നിങ്ങൾക്ക് തോന്നിപ്പം എന്നെ കണ്ടുകൊണ്ടാണ് ദൈവം ഇത് എഴുതിയെന്ന്. അതെ, അത് തോന്നലല്ല, അത് സത്യമാണ്. നിങ്ങളെ കണ്ടുകൊണ്ടാണ് എഴുതിയത്. നിങ്ങളെ കണ്ടുകൊണ്ടാണ് ദൈവം സംസാരിച്ചത്. അതുകൊണ്ട് എല്ലാ അത്ഭുതങ്ങളുടെ ആധാരം വചനമാണ്. ഒരു വ്യക്തിയെ അത്ഭുതത്തിലേക്ക് നടത്തുന്നതിന് മുമ്പ് ദൈവം വചനത്തിലേക്ക് നടത്തും. നിങ്ങളെ പിടിച്ചിരുത്തി ദൈവം വചനം കേൾപ്പിക്കും. ആ വചനങ്ങൾ നിങ്ങളുടെ മേൽ ജീവനും ചൈതന്യവും. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവാത്മാവ് വ്യാപരിച്ചു. വചനം കേട്ടവരുടെ മേൽ ദൈവാത്മാവ് വന്നു. പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വചനം ഉണങ്ങിയ അസ്ഥികളെ എൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അസ്ഥികൾ വന്നു ചേർന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കും. ചിലരൊക്കെ ഈ ദിവസങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ പോവുക. കാരണം വചനം ചിലതിനെ കൊണ്ടുവരാൻ പോവുക. യെസ്, പ്രതീക്ഷയോടെ ജീവിക്കുക. അത്ഭുതങ്ങൾ നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിച്ച നല്ല വചനത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് വചനങ്ങളെ നൽകുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ, വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് അങ്ങ് ഉറപ്പിൻ്റെ വചനങ്ങൾ, ധൈര്യത്തിൻ്റെ വചനങ്ങൾ അങ്ങ് നൽകണമേ. കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വചനത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഒരു അത്ഭുതമായി മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങൾ ഈ മക്കൾക്ക് ആവശ്യമായ വചനത്തിൻ്റെ വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ വാതിൽ തുറക്കണമേ കർത്താവേ. നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥനയിലും വചനത്തിലിരിപ്പാൻ സഹായിക്കണമേ. വചനത്തോടുള്ള എല്ലാ സ്തോത്രം, വചനം വായിക്കാനുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റണമേ കർത്താവേ. നീ അവർക്ക് വചനം കേൾപ്പിക്കണമേ. അവർ ചെല്ലുന്നിടത്ത് അവരുടെ കൂട്ടായ്മകളെല്ലാം ശക്തമായ വചനം ലഭിക്കണമേ. അവരുടെ വ്യക്തിപരമായി സംസാരിക്കുന്ന വചനം, അവർ ബൈബിൾ വായിക്കുമ്പോഴൊക്കെ അവർക്ക് ബോറടിക്കുന്നതല്ല, അവരുടെ ഹൃദയങ്ങളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന വചനങ്ങൾ കൊടുക്കണമേ. ചിലരുടെ പ്രാർത്ഥനയാണ്, കർത്താവെ എനിക്ക് വചനം വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല, എനിക്കൊന്നും കിട്ടുന്നില്ല. എന്നാൽ കർത്താവെ, ഇന്ന് അവരുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് യേശു വചനം വായിച്ചപ്പോൾ ഓരോ വചനം എഴുന്നേറ്റ് വന്നതുപോലെ വചനം എഴുന്നേറ്റ് വരട്ടെ, വചനം എഴുന്നേറ്റ് വരട്ടെ. ഞങ്ങൾ എപ്പോഴും വായിക്കുന്ന വാക്യങ്ങളൊക്കെ പൗലോസ് വായിച്ചപ്പോൾ വലിയ ദൂതുകൾ തെളിഞ്ഞു വന്നതുപോലെ ഇവരുടെ ലൈഫിൽ വചനം അതിൻ്റെ അതിൻ്റെ വാതിലുകൾ ഇവർക്ക് തുറന്നു വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവരുടെ ലൈഫിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന വചനങ്ങൾ വെളിപ്പെടട്ടെ. ഇവരുടെ അത്ഭുതത്തിന് മുമ്പ് വചനങ്ങൾ വെളിപ്പെടട്ടെ. വചനം അത്ഭുതങ്ങളെ സൃഷ്ടിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അത്ഭുതകരമായി നടത്തും. നിങ്ങൾ എന്ത് കാര്യത്തിനുമാണോ കർത്താവിൻ്റെ അടുക്ക് വന്നത്, ആ വിടുതലുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകത്തുള്ളൂ. കാരണം ആ 5000 പേരെ പിടിച്ചിരുത്തി വചനം കൊടുത്ത് അതിൻ്റെ ഒടുവിൽ സൗഖ്യമാക്കിയ ദൈവം നിങ്ങളുടെ ദൈവമാണ്. ഇരുത്തി തൃപ്തീകരിച്ചേ വിടത്തുള്ളൂ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വലിയ മിറക്കിൾസ് കാണും. ഗോഡ് ബ്ലെസ് യു. ഈ മെസ്സേജുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.